വീട്ടിൽ സ്പീച്ച് തെറാപ്പി എങ്ങനെ നമുക്ക് കൊടുക്കാം? 1 വയസ്സായിട്ടും കുട്ടി ഒച്ചകൾ പുറപ്പെടുവിക്കുന്നില്ല, 1.5 വയസ്സായിട്ടും കുട്ടി സംസാരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണണം. ഇതിനോടൊപ്പം തന്നെ വീട്ടിലും നമുക്ക് സ്പീച്ച് തെറാപ്പി കൊടുത്തു തുടങ്ങാം. കുട്ടിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള വാക്കുകളായിട്ടുള്ള അച്ഛൻ, അമ്മ പോലുള്ള വാക്കുകൾ നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുക, ഒരു വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ അത് ഒട്ടിച്ച് വെക്കുക. താഴെ അമ്മ, അച്ഛൻ എന്നുള്ള പദങ്ങൾ എഴുതി വെക്കുക. കുട്ടിക്ക് നമ്മൾ 1-2 പ്രാവശ്യം അത് പ്രോംപ്റ്റ് ചെയ്ത് ഇതാണ് അമ്മ, ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം കുട്ടി നടന്നു പോകുന്ന പാതയിലെല്ലാം ഭിത്തിയിലോ അല്ലെങ്കിൽ കണ്ണാടിയിലോ ഒക്കെ ഇത് ഒട്ടിച്ച് വെക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടി അത് പഠിച്ചെടുക്കും. ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് സെൽഫ് വൊക്കാബുലറി വേർഡ്സ് പഠിപ്പിച്ചു കൊടുക്കുക. കണ്ണ്, കാത്, മൂക്ക് ഇത്തരത്തിലുള്ള ബോഡി പാർട്സ് പഠിപ്പിച്ചു കൊടുക്കുക. ഇതും ഇതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് അടിയിൽ എഴുതി വെച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ശേഷം അവൻ പോകുന്ന വഴിയിലെല്ലാം ഇത് ഒട്ടിച്ച് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഹോം വൊക്കാബുലറി, അതായത് വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. ചേട്ടൻ, അനിയൻ, കുഞ്ഞുവാവ, അപ്പൂപ്പൻ, അമ്മൂമ്മ. ഇതും മേൽ പറഞ്ഞ പ്രൊസീജിയറിൽ കൂടെ തന്നെ കുട്ടി പഠിച്ചെടുത്തതിന് ശേഷം അടുത്ത സെറ്റ് ഹോമിലെ ഫർണിച്ചർ, കസേര, കട്ടിൽ, ചെയർ അങ്ങനത്തെയുള്ള വാക്കുകൾ ഫെമിലറൈസ് ചെയ്യിക്കുക. അതിനുശേഷം കുറച്ച് വാക്കുകൾ കുട്ടി പഠിച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 വേർഡ്സ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസസ് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുക. എനിക്ക് വേണം, അമ്മ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള 2 വേർഡുള്ള സെൻറ്റൻസസ് അടുത്ത സ്റ്റെപ്പിൽ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയ ടെക്നീക്കാണ്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയുമായിട്ടുള്ള സംസാരം കൂട്ടുക എന്നുള്ളതാണ്. കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്പായിട്ടുള്ള സംസാരങ്ങൾ കുട്ടിയുമായിട്ട് നടത്തുക. കുട്ടിയുടെ ഐ ലെവലിൽ ഇരുന്നുകൊണ്ട്, ഒന്നിൽ മുട്ടുകുത്തിയിരുന്നോ അല്ലെങ്കിൽ ചമ്രം പടഞ്ഞിരുന്നോ, കുട്ടിയുടെ ഐ ലെവലിൽ ഇരുന്നുകൊണ്ട് വേണം കുട്ടിക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഇനി കുട്ടിക്ക് ഐ കോൺടാക്റ്റ് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫേസ് പെയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടീനെ എടുത്തുകൊണ്ട് ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം കുട്ടിയുമായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചു നമ്മുടെ മുഖത്ത് നോക്കും, ക്രമേണ ഐ കോൺടാക്റ്റും കൂടിക്കോളും. ഇനി കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള സംസാരങ്ങൾ കൂട്ടുക. കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒച്ച കൂട്ടി വൊക്കാബുലറി മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ ഇടയിലുള്ള സംസാരങ്ങൾ കൂട്ടുക. ഇനി എല്ലാ ദിവസവും കുട്ടിക്ക് ഒരു കഥയോ കവിതയോ നമ്മൾ പറഞ്ഞു കൊടുക്കണം. രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു 5-6 സെൻറ്റൻസിൽ ഉൾക്കൊള്ളിക്കാൻ തരത്തിലുള്ള ചെറിയ കഥകൾ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. വളരെ എക്സ്പ്രസീവായിട്ട് പറഞ്ഞു കൊടുക്കുക. അടുത്ത ദിവസം നമുക്കൊരു കവിത പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പീച്ച് തെറാപ്പിസ്റ്റും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയുടെ സംസാര ശേഷി നല്ലപോലെ വികസിക്കും.